നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നത്. എല്ലാവരും അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ചീമയ്ക്ക് പെൺകുഞ്ഞാണ് ജനിച്ചിട്ടുള്ളത്. നോർമൽ ഡെലിവറി ആയിരുന്നു. അമ്മയും മോളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാവേ. ഞാൻ ഇന്നലെ രാത്രി നേരെ നെട്ടയത്തേക്കാണ് വന്നത്. രാവിലെ തന്നെ എഴുന്നേറ്റ് കേട്ടോ. വേദയും 6 മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റ്. സ്കൂളിൽ പോകാൻ വിളിച്ചാൽ പോലും രാവിലെ എഴുന്നേക്കാത്ത ആളാണ്. എഴുന്നേറ്റു കുളിച്ച് റെഡിയായി ഞാനും അച്ഛനും വേദയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. വഴിയിൽ നിന്ന് ഒരു ചായ എല്ലാം കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പം ഇന്നലെ ചീമയെ വയ്യാതെയാണ് കൊണ്ടുപോയത്. പെയിനെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഇനി ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് അവരൊരു സെഡേഷൻ്റെ എന്തോ ഇഞ്ചക്ഷനോ എന്തോ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചീമയ്ക്ക് പെയിനൊന്നും ഉണ്ടായിരുന്നില്ല. ചീമ സുഖമായിട്ട് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോഴും പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് അമ്മ പറഞ്ഞു. ഇതിനിടയ്ക്ക് ഞാനിങ്ങ് വീട്ടിൽ വന്നുവെങ്കിലും 1 മണിക്കൂർ ഞാൻ ഉറങ്ങി കേട്ടോ. ഉറങ്ങിയില്ല എന്ന് പറയുന്നില്ല, 1 മണിക്കൂറോളം ഉറങ്ങിയിട്ട് പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അവിടെ ഇനി എന്താണ്, ചീമയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി വന്നോ, ഇനി നമ്മൾ ഉറങ്ങണമെന്ന് കരുതിയിട്ട് അമ്മയും സച്ചിനുമാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്, ഇവരിനി നമ്മളെ വിളിക്കാത്തതാണോ എന്ന് കരുതിയിട്ട് ഞാനൊരു ടെൻഷൻ. ഇനി ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ മേ ബി അവർ ഉറങ്ങുകയാണെങ്കിൽ ഞാനിനി ശല്യം ചെയ്യില്ലേ, അതുകൊണ്ട് അങ്ങോട്ട് വിളിക്കാനും വയ്യ അത് അങ്ങനെ കിടക്കുമായിരുന്നു. ഒരു 6 മണിയായപ്പോൾ ഞാൻ അമ്മയ്ക്കും സച്ചിനും മെസ്സേജ് ഇട്ട് എന്തായി എന്ന് ചോദിച്ചിട്ട്. അപ്പം തന്നെ അമ്മയുടെ കോള് വന്നു. അപ്പോൾ പറഞ്ഞു ഇന്നലെ എന്നും ഒരു വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി 1 മണി വരെ അമ്മയും സച്ചിനും ലേബർ റൂമിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. പിന്നെ അവർ ഇന്നിപ്പോൾ ഉണ്ടാവില്ല, നിങ്ങൾ പൊക്കോളൂ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് റൂമിൽ അമ്മയും സച്ചിനും കൂടി പോയി. അവരും ഉറങ്ങിയിട്ടൊന്നുമില്ല, അങ്ങനെ അങ്ങ് കിടന്നു. 5 മണിയായപ്പോൾ വീണ്ടും അമ്മയും സച്ചിനും കൂടി ഇവിടെ തന്നെ വന്നിരുന്നു കേട്ടോ. ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോൾ ഒരു ചായ എല്ലാം കുടിച്ചിട്ട് ഞാനും അച്ഛനും വേദയും കൂടി ഇവിടെ എത്തി. ഞങ്ങളെത്തി കുറച്ച് സമയം കഴിഞ്ഞതും അങ്കിളും ആൻറ്റിയൊക്കെ എത്തി. പിന്നെ സച്ചിൻ്റെ ബ്രദറും വൈഫും എല്ലാവരും ഒക്കെ എത്തി. അപ്പോൾ പെയിൻ ഇപ്പോൾ ഇല്ല. ഇന്നലെ ഉണ്ടായിരുന്ന പെയിൻ ആ സെഡേഷൻ കൊടുത്ത ശേഷം ചീമയ്ക്കില്ല എന്നാണ് പറഞ്ഞത്. ഡോക്ടർ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഡോക്ടറെ കണ്ടു കേട്ടോ. ഡോക്ടർക്ക് നോറ്റി ഡേ ആയിരുന്നു, തിയേറ്റർ ഡേ ആയിരുന്നു. അതുകൊണ്ട് ഡോക്ടറിന് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു പെയിൻ ഇല്ല, പെയിൻ വരാനായിട്ട് ഇനിയിപ്പോൾ ഡ്രിപ്പോ ഇഞ്ചക്ഷനോ ഒക്കെ കൊടുക്കാം, മാക്സിമം നോർമൽ ആക്കാൻ തന്നെ ശ്രമിക്കാം, അത്രയും എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സി സെക്ഷൻ ആവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളും 8 മണിയായി, 9 മണിയായി, 10 മണിയായി. പിന്നെ ഇവിടെ PRS ഹോസ്പിറ്റലിൽ, ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലും അങ്ങനെ ആയിരിക്കും, ഹസ്ബൻഡിനെ കൂടെ ഉള്ളിലേക്ക് കയറ്റും. ആ ഒരു ഡെലിവറി ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ മാത്രമേ ഹസ്ബൻഡിനെ പുറത്തിറക്കത്തുള്ളൂ. അതുവരെ പെയിൻ സ്റ്റാർട്ട് ചെയ്താൽ ഭാര്യമാരോടൊപ്പം ഭർത്താക്കന്മാർക്കും ഇരിക്കാം. എൻ്റെ ടൈമിൽ, വേദയുടെ ടൈമിലൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ പക്ഷേ എല്ലാ ഹോസ്പിറ്റലും ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും PRSൽ അങ്ങനെയുണ്ട്. ഒന്നാ പാടെ തന്നെ ഞാനൊന്ന് സിസ്റ്ററിനെ മണി അടിച്ചിട്ട് എനിക്കൊന്ന് ചീമയെ കാണണമെന്നൊക്കെ പറഞ്ഞു. വേദയ്ക്ക് ഭയങ്കര എന്നെക്കാട്ടി അറ്റാച്ച്മെൻറ്റാണ് ചീമയോട്. ഭയങ്കരമായിട്ട് വിഷമിച്ച് അവളും ഇരിക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് അമ്മയും സച്ചിനും കാണാൻ കയറിയപ്പോൾ അമ്മ വീഡിയോ കോൾ വിളിച്ച് ചീമയെ കാണിച്ചു വേദയെ. അപ്പോഴേ വേദയ്ക്കൊരു വിഷമം പോലെ, അപ്പം ഇവർക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനും വേദയും കൂടി ജസ്റ്റ് ഒന്ന് പോയി കണ്ടു ഇറങ്ങി. അപ്പോൾ ചീമയ്ക്കും ഒരു സന്തോഷം, വേദയ്ക്കും ഒരു സന്തോഷം. എന്നിട്ട് ഞങ്ങൾ 9 മണിയായി, 10 മണിയായി, 11 മണി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ വാട്ടർ ബ്രേക്കായെന്ന് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴേക്കും സച്ചിൻ അങ്ങ് കയറ്റി. പക്ഷേ പെയിൻ ഇല്ല എന്ന് കണ്ടപ്പോൾ നമുക്കൊരു ടെൻഷനായിരുന്നു. ഇനി സി സെക്ഷൻ ആവുമോ എന്താണ് എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഡോക്ടർ കാണുന്നുണ്ട്, അപ്ഡേഷൻസ് ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നോർമൽ ആവാവുന്നതേ ഉള്ളൂ, ടെൻഷൻ വേണ്ട, നോക്കാം, മാക്സിമം നമ്മൾ നോർമലേ നോക്കത്തുള്ളൂ, സി സെക്ഷനിൽ അത്രയും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലേ ചെയ്യത്തുള്ളൂ. പക്ഷേ പെയിൻ ഉണ്ട്, ഇന്നലത്തെക്കാട്ടും കൂടുതലായിട്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ വന്ന് പറഞ്ഞു. എങ്കിലും ആ ഒരു ലേബർ പെയിൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു പെയിൻ വന്നില്ല. ഇങ്ങനെ 3 മിനിറ്റ്സ് ഗ്യാപ്പിലും 5 മിനിറ്റ്സ് ഗ്യാപ്പിലും ഒക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു ടെൻഷൻ, ഇനി സി സെക്ഷൻ ആവുമോ, കാരണം വാട്ടർ ബ്രേക്കായി പിന്നെ അധിക സമയം ഒരു 5 to 6 hours പിന്നെ ഡെലിവറി ചെയ്യണമല്ലോ. അപ്പം ഇതൊക്കെ എൻ്റെ ഒരു അറിവിൽ ഞാൻ പറയുന്നതാണ്, അങ്ങനെയാണല്ലോ, ഒരു കോമൺ ആയിട്ട് അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മളെല്ലാവരും ഇനി ടെൻഷനാണ്. പെയിനൊന്നും ഇല്ല എങ്കിൽ എന്ത് ചെയ്യും, സി സെക്ഷൻ ആയാൽ കുറച്ച് ദിവസം ആ ഒരു പെയിനൊക്കെ കൊണ്ട് നടക്കണ്ടേ. അങ്ങനെ എല്ലാവരും വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്. വേദയ്ക്ക് നാളെ സയൻസ് എക്സാമാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മളിങ്ങനെ വന്നു. റൂം ഉള്ളതുകൊണ്ട് റൂമിലിരുന്ന് പഠിക്കാം എന്നൊക്കെ പറഞ്ഞു. അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ ആക്കിയിട്ട് പോകാമെന്ന് ഞാൻ കരുതി. പിന്നെ അവളും പഠിക്കത്തില്ല ഇവളും പഠിക്കത്തില്ല, അതുകൊണ്ട് രണ്ടുപേരും ഇനി പഠിക്കാതെ അവിടെ കളിച്ചുകൊണ്ട് നടന്നാലോ എന്ന് കരുതി ഞാൻ കൂടെ കൊണ്ടുവന്നിട്ട് വേദ റൂമിലിരുന്ന് കാര്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഇന്ന് ട്യൂഷനൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ അവിടെ വിളിച്ച് എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം വേദ സയൻസ് ആയതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനല്ല, എല്ലാവർക്കും പഠിച്ചിരിപ്പുണ്ട്. അപ്പോൾ മിസ്സും പഠിച്ചിട്ടുണ്ട്, ഇനി 2 ചാപ്റ്ററോട് മിസ്സിന് ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് വേദ അവിടെ നിന്ന് പഠിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പഠിത്തമൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിൻ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് നിൽക്കാൻ പറഞ്ഞു. ലേബർ റൂമിൽ കയറ്റിയാൽ പിന്നെ ആ ഒരു സമയമാകുമ്പോഴേ അവർ പുറത്തിറക്കത്തുള്ളൂ. അപ്പോൾ അതുവരെ അവനുള്ളിൽ നിൽക്കണ്ടേ, അങ്ങനെ കുളിച്ച് കഴിച്ചിട്ടൊക്കെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ സച്ചിൻ കുളിച്ചൊരു കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത് ബേബിയെ വെൽക്കം ചെയ്യാനായിട്ട്. അങ്ങനെ സച്ചിൻ പോയി.
നമ്മൾ പുറത്തിരുന്ന് ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുകയാണ്, എന്താവും ഏതാവും എന്താണ് എന്നൊക്കെ ഉള്ള ഒന്നും അറിയാൻ പാടില്ല. സച്ചിന് ഫോൺ ഉള്ളിലേക്ക് കൊണ്ടുപോകാനും പറ്റത്തില്ല കേട്ടോ. ഇതിനിടയ്ക്ക് അമ്മ ഒന്ന് ഓടിപ്പോയി വീട്ടിൽ ചെന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്നു. എത്ര ഇതാണെങ്കിലും നമ്മുടെ വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായി വരുമ്പോൾ ആ ഒരു ക്ഷീണവും ഫ്രഷ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യും. നമ്മൾ റൂമിലൊക്കെ ഉള്ള ബാത്റൂമിൽ കയറുമ്പോൾ നമുക്ക് അത്രയ്ക്കുള്ള ഒരു സാറ്റിസ്ഫാക്ഷനിൽ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു നമ്മളിവിടെ ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ, പോയി വേഗം പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. അതിനിടയ്ക്ക് അമ്മയ്ക്ക് ടെൻഷൻ, അമ്മ പോയിട്ട് പറഞ്ഞതിന് മുമ്പ് ഇനി ഡെലിവറി ഞാൻ ആയാലോ, ബേബിയെ കാണിക്കും എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു അമ്മ. എന്തായാലും ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്നു. ഇതാണ് ചിത്ര ചേച്ചി, ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓൾ ഇൻ ഓളാണ്. ചേച്ചിയുടെ സപ്പോർട്ട് എനിക്ക് സത്യമായിട്ടും അത് പറയാതിരിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു പരിചയം മാത്രമേ ഉള്ളൂ, പക്ഷേ നമ്മുടെ എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് ഓരോ കാര്യങ്ങളും ലേബർ റൂമിൽ ഡെലിവറി ടൈമിൽ വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി. കറക്റ്റ് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ചേച്ചി ഉള്ളതുകൊണ്ട് പകുതി ടെൻഷൻ നമുക്ക് മാറിക്കിട്ടി. ഇപ്പോൾ നമുക്ക് ഡോക്ടറോട് പല കാര്യങ്ങളും അത്രയും ഓപ്പണായിട്ടൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ, നമുക്കൊരു ഇതൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഈ ചേച്ചിയോട് ചോദിച്ചാൽ ചേച്ചി ഡോക്ടറോടെല്ലാം ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങളും വന്ന് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ടെൻഷൻ വേണ്ട, നോർമലാക്കത്തേ ഉള്ളൂ, പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ സി ആവത്തുള്ളൂ, പേടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും കറക്റ്റ് അപ്ഡേഷൻസ് തന്നുകൊണ്ടേ ഇരുന്നു കേട്ടോ. മാധു വന്നു, പിന്നെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നു, എല്ലാവരും വന്ന് ഹോസ്പിറ്റലിൽ പ്രസൻ്റ് ആയിരിക്കുകയാണ്. ഇന്നലെ മുതൽ പാവം ചീമ ഇങ്ങനെ പെയിനൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരു മണിക്ക് ശേഷമാണ് അവരെന്തോ സെഡേഷൻ കൊടുത്തത്, 1 മണി 2 മണിക്ക് ശേഷം എന്തുകൊണ്ട് സെഡേഷൻ കൊടുത്തത്. അപ്പോഴുള്ള ഒരു ചെറിയൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ സച്ചിൻ ഇറങ്ങിയിട്ട് പറഞ്ഞു പെയിൻ ഒട്ടും സഹിക്കാൻ വയ്യ, എപ്പിഡ്യൂറൽ കൊടുത്തു എന്ന് പറഞ്ഞു. എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ പെയിൻ ഇല്ലാതെ നമ്മൾ പ്രസവിക്കുന്ന ഒരു സംഭവമാണ്. വേദയുടെ സമയത്ത് നമുക്ക് അതും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഫുൾ സെറ്റപ്പാണ്, എന്തെല്ലാം സെറ്റപ്പ്. ഇത് വേദയുടെ ഓരോരോ ലീലാവിലാസങ്ങൾ. അപ്പോൾ എപ്പിഡ്യൂറൽ കൊടുത്തു. അപ്പോഴേക്കും പെയിന് ആശ്വാസമായി. അതിന് എന്തൊരു വലിയ ആശ്വാസമല്ലേ, നമ്മളൊക്കെ അനുഭവിച്ചൊന്ന് ആലോചിച്ച് നോക്കി. പ്രസവ വേദന, അത് പറയാണ്ട് പ്രസവിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു സംഭവം തന്നെയാണ്. എങ്കിലും ഇത്രയും സമയം വരെയും ചീമ ആ വേദന അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അവൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങ് ആ ഒരു ഡീപ്പിലേക്ക് വന്നതുകൊണ്ടാണ് എപ്പിഡ്യൂറൽ എടുത്തത്. ഒരു 12:30 മണിയൊക്കെ ആയപ്പോൾ വേദയ്ക്ക് നമ്മളാരും കഴിക്കാനായിട്ടൊന്നും നിന്നില്ല. വേദയ്ക്ക് ഞാനൊരു ഫുഡ് ഓർഡർ ചെയ്തു. മന്തി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മന്തി അവൾക്ക് ഓർഡർ ചെയ്തു. ഇപ്പം അവൾ വേണമെങ്കിൽ ഇരിക്കും, പക്ഷെ നമ്മളിരിക്കും പോലെ അവളെ ഇനി ഇരുത്തണ്ടെന്ന് കരുതിയിട്ട് 12:30 ആയപ്പോൾ ഞാൻ അവൾക്ക് ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു കേട്ടോ. ഓർഡർ ചെയ്തു അപ്പോൾ തന്നെ വന്നിട്ട് വേദയ്ക്കുള്ള ഫുഡ് കൊടുക്കുകയാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ ഉച്ചയ്ക്ക് ആ വീട്ടിൽ നിന്ന് കപ്പയും മീൻകറിയും കഴിച്ചതാണ്. അതിന് ശേഷം ചായ എന്തെങ്കിലും ബണ്ണോ അങ്ങനെയൊക്കെ കഴിക്കുന്നതല്ലാതെ ആരും ഒന്നും ശരിക്കും കഴിച്ചിട്ടില്ല. അമ്മയും അതെ, ഞാനും അതെ. ഞാൻ ഇന്നലെ വൈകിട്ട് വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ 10 മണിയൊക്കെ ആയപ്പോൾ ഒരു കോഫിയും ഒരു ബണ്ണും കഴിച്ചു. പിന്നെ രാവിലെ ആ ചായ കുടിച്ചതാണ്. എന്തോ കഴിക്കാൻ തോന്നിയില്ല, അത്ര തന്നെ. നമുക്ക് അവളവിടെ കിടക്കുന്നത് കൊണ്ടാവാം. അവളും അതെ കേട്ടോ. ഉച്ചയ്ക്ക് ഒരു പിടി ചോറും മീനൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മ, ഞാൻ പറഞ്ഞു പിന്നെ കഴിക്കാനേ പറ്റില്ല, അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു. ഒറ്റ പിടി ചോറും ഒരു മീനിൻ്റെ 2 പീസും എടുത്ത് കഴിച്ചതാണ്. എന്നിട്ട് കയറിയ ആൾ ഇതിനിടയ്ക്ക് വിശക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളോട് അവർ ഇൻഫോം ചെയ്തില്ല. പറഞ്ഞു എന്ന് ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വിശപ്പൊന്നുമില്ല, പെയിനിൻ്റെ ഇതുണ്ടെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് 2 മണി വരെ ഒന്നും അവൾ കഴിച്ചിട്ടുണ്ടല്ലോ, 3 മണി വരെയും ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ കിടക്കുമ്പോൾ നമുക്കും വിശപ്പുണ്ടെങ്കിലും നമുക്കത് വിശപ്പ് ഫീൽ ചെയ്യുന്നുമില്ല, കഴിക്കാനും തോന്നുന്നില്ല കേട്ടോ. ഉച്ചയ്ക്ക് 12:30 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ തനിയെ അടങ്ങി പറഞ്ഞു. എനിക്ക് ഒട്ടും ഇരിക്കാൻ പറ്റുന്നില്ല. വിശക്കുന്നുണ്ട്, പക്ഷെ കഴിക്കാൻ തോന്നുന്നില്ല. ചായ പോലും നമുക്കൊരു ഇഷ്ടത്തിന് അങ്ങ് കുടിക്കാനൊന്നും പറ്റുന്നില്ല. എന്തോ കുടിക്കുന്നു, കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി. കാരണം ഇന്നലെ 1 മണി വരെ എന്തായാലും ഉറങ്ങിയിട്ടില്ല. 2 മണി വരെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. അത് കഴിഞ്ഞ് ഒരു മണിക്കൂറോളം ഉറങ്ങിയെന്ന് തോന്നുന്നു. ഒരു 3:30 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു. പിന്നെ ഉറക്കവും വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ക്ഷീണം, ഫുഡ് കഴിക്കാത്തതിൻ്റെ ക്ഷീണം. ഫുഡ് കഴിക്കണമെന്നുണ്ട് മനസ്സിൽ, പക്ഷേ എനിക്കെന്തോ കഴിക്കാം. അത് ഒരു 12 മണി വരെ എനിക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. 12 മണിക്ക് ശേഷമാണ് ചെറിയൊരു വിശപ്പും കാര്യങ്ങളൊക്കെ വന്ന. അമ്മയും ഇതേ അവസ്ഥയാട്ടോ. ഒരു വകയും കഴിക്കാണ്ട് അമ്മ ഇരിക്കുകയാണ്, ഉറക്കവും ഇല്ല. അപ്പോൾ അമ്മയ്ക്കൊക്കെ നല്ല ഹെൽത്ത് ഇഷ്യൂസ്, വേറെ BP കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കിറങ്ങി വീഴേണ്ട എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞാൽ നീ ഒന്നും മിണ്ടായിരിക്കണ്ടേ, എനിക്ക് കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല എന്നാണ് അമ്മ പറയുന്നത്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എങ്കിലും നമുക്ക് കഴിക്കാതെ ഇനി അമ്മയും കൂടി വീണാലേ പറ്റത്തില്ല, നമുക്ക് എല്ലാം കൂടി പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞതൊക്കെ നമുക്ക് കഴിച്ചാൽ ഇറങ്ങത്തില്ല. അങ്ങനെ വേദയ്ക്ക് ഫുഡ് വാങ്ങിക്കൊടുത്ത് ഞാൻ പറഞ്ഞു നീ ഇരുന്ന് പഠിക്ക്, ഞാനൊന്ന് കിടന്ന് ഉറങ്ങി നോക്കാമെന്ന് പറഞ്ഞു. ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. കണ്ണെന്നാലും അടങ്ങി വരുന്നുണ്ട്, പക്ഷേ കണ്ണടച്ച് ഉറങ്ങാൻ നോക്കിയിട്ട് ഉറക്കം വരുന്നില്ല. ഫോണിൽ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കവും വരുന്നു. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നത് പെട്ടെന്ന് അമ്മയുടെ കോള്. ഇതേ ഡോക്ടർ പുഷ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ പെട്ടെന്ന് വാന്ന് പറഞ്ഞു. ഞാനും വേദയും ചാടി പിടച്ച് ഓടി ഡോറൊക്കെ ലോക്ക് ചെയ്യാൻ നോക്കിയിട്ട് ലോക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല കേട്ടോ. എങ്ങനെയൊക്കെ ലോക്ക് ചെയ്ത് താഴെ ഓടി വന്നപ്പോഴേക്കും സച്ചിനെ പുറത്തിറക്കി ഡോക്ടർ വന്ന് പുഷ് ചെയ്യാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും
അപ്പോഴേക്കും നമ്മുടെ ചിത്ര ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടു, ഡെലിവറി റൂമിലേക്ക് കയറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പം ലേബർ റൂമിൽ നിന്ന് ആ ഡെലിവറി ചെയ്യുന്ന റൂമിലേക്ക് കയറ്റി എന്ന് പറഞ്ഞു. അപ്പം ഡെലിവറി റൂമിലേക്ക് കയറ്റി ഇനി എന്തായാലും ഒരു അരമണിക്കൂർ 15 മിനിറ്റ്. ഞാൻ ചോദിച്ചു, ചേച്ചി സി സെക്ഷൻ ഒന്നും അല്ലല്ലോ, നോർമലല്ല? നോർമലാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് സമാധാനം കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ്. എന്താ എപ്പോഴാ കുഞ്ഞെന്താണ്, ബോയ് ആണോ ഗേളാണോ? ഭൂരിപക്ഷവും പോയി. യൂട്യൂബ് വീഡിയോസിൽ പോയി, ഫേസ്ബുക്ക് വീഡിയോസിൽ കമൻറ്റ് പോയി, ഇൻസ്റ്റയിൽ കമൻറ്റ് പോയി, എല്ലാത്തിലും പോയി. ഇവിടെ നിൽക്കുന്ന എല്ലാവരും പോയി. ഞാനും മീനാക്ഷിയും വേദയും മാത്രമാണ് ഗേളെന്ന് പറഞ്ഞത്. ഗേള് എനിക്കും തോന്നി ബോയ് ആയിരിക്കും, പക്ഷേ എനിക്ക് ഗേള് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഗേളെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ബേബി ബോയ് ആയാലും ഗേളായാലും ഒരു കുഴപ്പമില്ലാണ്ട് നല്ല ഹെൽത്തി ബേബി ആയിട്ടിരിക്കുക, ചീമയും സുഖമായിട്ടിരിക്കുക, അത്ര മാത്രം മനസ്സിലുള്ളൂ കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനും വിഷമവും. അമ്മ ആ സന്തോഷമല്ല, അമ്മയ്ക്ക് സന്തോഷം തന്നെ, അതിൻ്റെ ഉള്ളിൽ ടെൻഷനും. അകത്തൊക്കെ ചീമ വിളിക്കുമ്പോൾ തോന്നണം എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട്. അമ്മയ്ക്കൊരു ടെൻഷൻ, ചീമ എങ്ങനെയാണ് സുഖമായിട്ടിരിക്കുമെന്നൊക്കെ ഉള്ളത്. അപ്പോഴേക്കും പെട്ടെന്ന് വാട്സപ്പിലൊരു മെസ്സേജ്, ബേബി ആയേ എന്ന് പറഞ്ഞിട്ട് ചിത്ര ചേച്ചി. ഞങ്ങളുടെ ചേച്ചി ബേബി ഏതാണെന്ന് ചോദിച്ചു. പെട്ടെന്ന് ടൈപ്പിംഗ് ബേബി ഗേൾ. ഓ, ഞങ്ങളവിടെ കിടന്ന് ഒറ്റൊരു വിളിയാട്ടോ. ഞാനും മീനാക്ഷിയും വേദയും എല്ലാവരും എന്ന് പറഞ്ഞ് വിളിച്ച കേട്ടോ. ഉടനെ അമ്മ അങ്ങോട്ട് കരച്ചിലും തുടങ്ങി. ചീമയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടാണ് അമ്മ കരയാൻ തുടങ്ങിയത്. അപ്പോൾ ചീമ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതൊരു അമ്മയുടെ വിഷമം. നമുക്കും അത് കണ്ടപ്പോൾ എനിക്കും ചെറിയൊരു വിഷമമൊക്കെ വന്നു കേട്ടോ. അപ്പം അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞു. സച്ചിനാണെങ്കിൽ ബേബി ബോയ്ക്ക് വേണ്ടി സ്റ്റാറ്റസ് ഇടാനുള്ളത് വരെ സെറ്റാക്കി വച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എല്ലാവരും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് അത് ഗേളായിരുന്നു. ഭയങ്കര സന്തോഷം. ചതയം നക്ഷത്രമാണ്, മീനമാസത്തിലെ ചതയം നക്ഷത്രം. എൻ്റെ അച്ഛനും ചതയം നക്ഷത്രമാണ്, അത് ചിങ്ങത്തിലെ ചതയം കേട്ടോ. അപ്പോൾ ഇത് മീനം മാസത്തിലെ ചതയം നക്ഷത്രമാണ് നമ്മുടെ വാവയ്ക്ക് പേര് ഇട്ടിട്ടുണ്ട്. ആ പേരെല്ലാം നൂലുകെട്ടിനെ റിവീൽ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ബേബിയെ കാണിക്കുന്നതും നൂലുകെട്ടിനെ കാണിക്കത്തുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, എന്നെക്കാട്ടി അധികാരവും അവകാശവും സച്ചിനും ചീമയ്ക്കാണുള്ളത്. അവരുടെ ഒരു റിക്വസ്റ്റാണ് നൂലുകെട്ട് കഴിഞ്ഞിട്ടേ കാണിക്കാവൂ എന്നുള്ളത്. പിന്നെ ഞങ്ങളും അതെ കേട്ടോ, വേദയുടെ കാര്യവും നൂലുകെട്ട് കഴിയുന്നവരൊരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം വരുമ്പോൾ നമ്മളെപ്പോഴും പോസസീവ്നെസ് ഉള്ളവരാണ്. അതുകൊണ്ട് അവരുടെ ഇത് നമ്മൾ ഉറപ്പായിട്ടും മാനിച്ചുകൊണ്ട് വാവയെ കാണിക്കുന്നില്ല. നൂലുകെട്ടാവുമ്പോൾ വാവയെ കാണിക്കും, നൂലുകെട്ടാകുമ്പോൾ വാവയ്ക്കിട്ട പേരും പറയും കേട്ടോ. അതിലാരും ഒരു പരിഭവവും പരാതിയും പറയരുത്. അത് അവരുടെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മളത് എടുത്തേ പറ്റത്തുള്ളൂ. ഇനി അവർ പറഞ്ഞില്ലായിരുന്നെങ്കിലും സത്യം പറഞ്ഞാൽ ഞാൻ നൂലുകെട്ട് വരെ കുഞ്ഞിനെ കാണിക്കത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വേദയുടെ ഫോട്ടോസ് പോലും നൂലുകെട്ട് വരെ അത് ചിലരങ്ങനെ അങ്ങനെ ചെയ്തുകൂടാന്ന്, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇടുന്നവരും ഉണ്ട് കേട്ടോ, അതിലൊന്നും ഒരു തെറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, നമ്മളതിൽ പറയേണ്ട കാര്യമില്ലല്ലോ. അതും എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിലൊരു ബുദ്ധിമുട്ടായിട്ട് ആരും കണക്കാക്കരുത്. ഉറപ്പായിട്ടും നൂലുകെട്ടിന് നമുക്ക് വാവയെ കാണാവുന്നതാണ്. എന്നോട് ആരും പിണങ്ങരുത്. നമ്മുടെ ആ ഒരു സാഹചര്യം നിങ്ങൾ ദയവായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അത് നമ്മുടെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കറിയാം. അതിൽ ഒരു പരിഭവം അവർ കാണിക്കില്ല, നമ്മളോട് സ്നേഹമുള്ളവരൊരിക്കലും കാണിക്കില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ വാവ എന്തായാലും അന്ന് കാണിക്കാം. വാവയെ വീട്ടിൽ വിളിക്കുന്ന പേരൊക്കെ ഞാൻ പറയാം. വേദ എന്തൊക്കെയോ പിക്കി പൂക്കി മക്കി പിക്കി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കുറേ ഫോറിൻ നെയിംസൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. അച്ഛൻ കുഞ്ചു എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, കുഞ്ചു എന്നേ ഞാൻ വിളിക്കത്തുള്ളൂ എന്ന്. പിന്നെ കുഞ്ചു കൊള്ളാം, കുഞ്ഞീന്ന് ഞാൻ പറയാം, കുഞ്ഞീന്ന് വിളിച്ചാലോ എന്ന് പറഞ്ഞിട്ട്. കുഞ്ഞി എനിക്കിഷ്ടമാണ്. കുഞ്ഞ് വേണോ കുഞ്ചു വേണോ ആരൊക്കെ എന്തൊക്കെ വിളിക്കണമെന്ന് അറിയത്തില്ല. എന്തെങ്കിലും വിളിക്കാം അല്ലേ. എനിക്ക് കുഞ്ഞീന്ന് വിളിക്കാൻ എനിക്കിഷ്ടമാണ്. കുഞ്ചും കൊള്ളാം. പിന്നെ അത് വലുതാകുമ്പോൾ പറയാം, ഈ എന്നെ കുഞ്ഞീന്ന് വിളിക്കേണ്ടെന്നൊക്കെ. അതുകൊണ്ടാണ് വേണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിച്ചിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു മീനം മാസത്തിലെ ഭരണി നക്ഷത്രം. മാർച്ച് 18 നമ്മുടെ വാവ ജനിച്ചിട്ടുള്ളത്. കുഞ്ഞ് ജനിച്ചു, കുഞ്ഞിനെ കാണിച്ചു കേട്ടോ. ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ക്ലീൻ ചെയ്തൊക്കെ കുഞ്ഞിനെ കാണിച്ചു. ആൾ ഭയങ്കര സ്മാർട്ടാണ്, സുഖമായിട്ടിരിക്കുന്നു. അമ്മയും മോളും വേറെ കുഴപ്പമൊന്നുമില്ല. ചില കുട്ടികൾക്ക് മഞ്ഞ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയൊന്നുമില്ല. നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. 3.09 kg വെയിറ്റ് ഉണ്ടായിരുന്നു. നല്ല ഹെൽത്തി ബേബിയാണ്. നമ്മളൊക്കെ കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കി കേട്ടോ. നല്ല സ്മാർട്ടായിട്ടിരിപ്പുണ്ട്. ആൾ പ്രശ്നക്കാരി എല്ലാം തോന്നുന്നു. എന്തായാലും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ചീമയ്ക്കൊരു 4 മണിക്കൂർ ഒബ്സർവേഷൻ അമ്മയ്ക്കും കുഞ്ഞിനും വേണം. 4 hours കഴിഞ്ഞ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ പോയി. അപ്പോഴാണ് ഒരു 3 മണിയായപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അമ്മയും ഞാനും ഒക്കെ കഴിക്കുന്നത്. എല്ലാവരും കഴിക്കുന്നത് ആ സമയത്താണ് കേട്ടോ. അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞ് ഒരേ വാശിക്കിരുന്നു. എനിക്കെൻ്റെ ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, ഇനി വരാതിരുന്ന അവിടെ അങ്ങനെ കിറങ്ങി വീഴും, ഇന്നലെ മുതൽ കഴിക്കാതിരിക്കണം, ഉറക്കമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ അവിടെ കിടന്ന് മഴക്കായ കേട്ടോ. പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ച് അമ്മയും കൂടി കൂട്ടി ഞങ്ങൾ താഴത്തെ ക്യാൻറ്റീനിൽ പോയി കഴിച്ചു. ഞാൻ
നല്ല ബിരിയാണിയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാണ് ഇരുന്നത്. ഇപ്പോൾ ഗ്യാസിൻ്റെ ക്ഷാമം കാരണം ഇവിടെ എങ്ങും ഒരിടത്തും പ്രോപ്പറായിട്ടൊരു ഹോട്ടലോ ഫുഡോ ഒന്നുമില്ല. ഇപ്പോഴത്തെ ക്യാൻറ്റീനിൽ നിന്നാണ് കഴിച്ചത്. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇടിയപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഇടിയപ്പം വാങ്ങി, ബാക്കി എല്ലാവരും അപ്പവും മുട്ടക്കറിയും വാങ്ങി. ഞാൻ ഇടിയപ്പം മുട്ടക്കറിയും വാങ്ങി. പക്ഷേ ഞാൻ ഒരു ഇടിയപ്പം കഴിച്ചുള്ളൂ, എനിക്കിഷ്ടമായില്ല. അതോ ഇനി കഴിച്ചിട്ട് ഇറങ്ങാത്തതോ. പഴംപൊരിയും വാങ്ങിച്ചു. ഇവിടുത്തെ പഴംപൊരി നല്ല ടേസ്റ്റാണ്. അങ്ങനെ പഴംപൊരിയും വാങ്ങിച്ചു. പഴംപൊരി എനിക്കിഷ്ടമായില്ല. അങ്ങനെ പഴംപൊരിയും ഇതൊക്കെ വാങ്ങിച്ചിട്ട് ശകലം കഴിച്ചിട്ട് അവിടെ വെച്ചിട്ടിങ്ങ് വന്നു കേട്ടോ. ഒന്ന് ശരിക്കും ഇതുവരെയും ശരിക്കും പറഞ്ഞാൽ കഴിച്ചിട്ടില്ല നന്നായിട്ട്. ഇന്ന് ആസ്വദിച്ച് ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കണം കേട്ടോ. ഒക്കെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ബ്രെഡും കട്ടൻ ചായ കേട്ടോ തന്നത്. ഇത് കഴിഞ്ഞ ഉടനെ പറഞ്ഞ് 2 ബോട്ടിൽ വെള്ളവും ഒരു കട്ടൻ ചായയും ഊണ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. സാധാരണ കഴിക്കുന്ന ഊണ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഊണും കട്ടൻ ചായയും വെള്ളമൊക്കെ ചീമയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. ഇപ്പോഴും ഊണൊക്കെ പ്രസവിച്ച ഉടനെ കൊടുക്കും കേട്ടോ. അതിനെപ്പറ്റി എനിക്കറിയില്ല. ഞാനന്ന് ബ്രെഡൊക്കെയാണ് കഴിച്ചത്. പിന്നെ എല്ലാ ഫുഡും ഞാൻ കഴിച്ചു. അന്നത്തെ അപ്പോഴത്തെ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ചീമയും ചോറൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു സമാധാനം കിട്ടി. എന്നിട്ട് നമ്മുടെ റൂം ഇന്നലെ മാറ്റി തരുമെന്ന് പറഞ്ഞില്ലേ, ഇവിടെ എക്സിക്യൂട്ടീവ് റൂം എല്ലാം ഫുള്ളാണ്. തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കിടന്നിരുന്ന റൂമിൽ തൊട്ട് ചേർന്ന് അവിടെ എന്തോ ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുക. ഭയങ്കര പൊടിയുടെ പ്രശ്നവും തൊട്ടും മുട്ടും ബഹളം. അപ്പോൾ പറഞ്ഞു എന്തായാലും ആ റൂം ഞങ്ങൾക്ക് മാറ്റി തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അവിടെ നിന്ന് വേറെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കേട്ടോ. എക്സിക്യൂട്ടീവ് റൂമൊന്നുമില്ല, എല്ലാം ഫുള്ളാന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഉള്ളതാവട്ടെ, നമുക്ക് എവിടെയെങ്കിലും കിടന്നല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആ റൂം എന്തായാലും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ വേറെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് അമ്മ ഒരു വിധത്തിൽ അവിടെ നിന്നല്ല, ഞാൻ പറഞ്ഞു അവിടെ ഇരുന്നിട്ട് ഇനി കാര്യമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഫോണിൽ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ആരെങ്കിലും ഒരാൾ, സച്ചിനോ ആരെങ്കിലും ഒരാൾ അവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് വേദയ്ക്കാണെങ്കിൽ ചീമ അങ്ങ് കണ്ടോളാൻ വയ്യ. എനിക്ക് ചീമയെ കാണണം അമ്മ, ചീമയെ കാണണം അമ്മ. ഞാൻ പറഞ്ഞു ബേബിയെ കാണണ്ടേ, ബേബിയെ പിന്നീട് കണ്ടാൽ എനിക്ക് ആദ്യം ചീമയെ കാണണമെന്ന് പറയും. വേദയ്ക്ക് ഭയങ്കര വിഷമം ചീമയെ കണ്ടോളാൻ. ആ ഡെലിവറി ടൈമിൽ അങ്ങനെ കിടക്കുന്നത് വേദ അങ്ങനെ കണ്ടിട്ടില്ല. അത് കൂടെ ചെയ്തപ്പോൾ ഒരു വിഷമം. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ പറഞ്ഞു ചീമയുടെയും കുഞ്ഞിൻ്റെയും ടവലും ഡ്രസ്സും ഒക്കെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ കുഞ്ഞിൻ്റെയും അമ്മയുടെയും സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ചെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു യൂറിൻ പാസ് ചെയ്തിട്ടില്ല, യൂറിൻ പാസ് ചെയ്താലേ റൂമിലേക്ക് വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കൊടുത്തിട്ട് അപ്പോൾ തന്നെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് വാവ എൻ്റെ കയ്യിലായിട്ട് തന്നത്. സച്ചിൻ അങ്ങ് വീണുപോയി. ഞാൻ പറഞ്ഞു സച്ചിൻ ഇവിടെ ഇരിക്കും, ഞാനും അമ്മയും കൂടി പോയി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാനും അമ്മയും കൂടെ പോയാണ് വിളിച്ചിട്ട് വന്നത്. അപ്പോൾ ബേബി എൻ്റെ കയ്യിലാട്ടോ തന്നത്. ഞാനാണ് റൂമിൽ കൊണ്ടുപോയത്. കുറച്ച് സമയം കൊണ്ടൊക്കെ ഇങ്ങനെ നടന്നു. ആൾ ഭയങ്കര സ്മാർട്ട്, ഒരു പ്രശ്നമില്ല. പാല് കൊടുക്കാൻ മാത്രം പറയരുത്. അത് പറയുമ്പോൾ പാല് കൊടുക്കുമ്പോൾ അങ്ങോട്ട് കരച്ചിലും തുടങ്ങും കേട്ടോ. ശല്യം ചെയ്യരുത്. ആളെങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടേക്കാം, അത്ര മാത്രമേ ഉള്ളൂ. ചീമ ഹെൽത്തി ആയിട്ടിരിക്കണം, ബേബിയും ഹെൽത്തി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ വാവയെ കാണിച്ചില്ല എന്നുള്ളൊരു വിഷമം കാണിക്കരുത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ബാക്കി അപ്ഡേഷൻസ് ആയിട്ട് ഞാൻ പുറകെ വരുന്നതായിരിക്കും. ഒരുപാട് സന്തോഷം. എനിക്ക് വന്ന മെസ്സേജസിനും കമൻസിനും കയ്യും കണക്കുമില്ല. ഇത്രയും പേര് ചീമേനെയും കുഞ്ഞിനെയും വേണ്ടി പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. എൻ്റെ വേദയ്ക്ക് പോലും കിട്ടാത്ത പ്രാർത്ഥനയും ഒരു സപ്പോർട്ടുമാണ് ചീമയ്ക്കും വാവയ്ക്കും കിട്ടിയത്. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.